guys, welcome back to our channel. ഇന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുറിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കണേ നമുക്കൊരു വീഡിയോ കണ്ടാലോ. ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ തേങ്ങയൊക്കെ തിരികെ വെക്കുന്നുണ്ടായിരുന്നു. മീൻ കറിക്കും തോരത്തിനൊക്കെ വേണ്ടി ഒരുമിച്ച് തിരികെ വെക്കും. അതിനുശേഷം ഇന്ന് ചൂര മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വറുത്തരച്ച് വെക്കാനായിട്ട് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തരച്ച് വെക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നല്ല ടേസ്റ്റ് ചൂരമീൻ കിട്ടുമ്പം. അല്ലെങ്കിൽ എനിക്ക് ചൂരമീൻ ഇഷ്ടം കുറവാണ്. പിന്നെ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഞാൻ കഴിക്കാറുള്ളത്. നിങ്ങളുടെ അവിടെ എന്ത് മീനാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ മീൻ കറി വെക്കുന്നത്. ഇവിടെ പിന്നെ വറുത്ത് വന്നതിലൂടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് മീൻ കറി വെക്കാറുള്ളത്, വറുത്തരച്ചത്. കുറച്ച് നേരം അങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ട് ഞാനും ഹാനിയും കൂടെ പോയി സിറ്റ് ഔട്ടിൽ ഇരുന്ന്. അവൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ പല പല കുപ്പിയിലാക്കി ഞാൻ ഇങ്ങനെ വെള്ളം കൊടുക്കും. എന്നിട്ട് ഞാൻ വീണ്ടും കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ അടുത്ത ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഇതായിരുന്നു. ചൂരമീൻ തന്നെയായിരുന്നു ഫ്രൈ ചെയ്യാനും ഉണ്ടായിരുന്നത്. ഫ്രൈ ചെയ്യണ ഞാൻ ഒരുപാട് കഴിക്കും ചൂരമീൻ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആനിക്ക് ഫ്രൈ ചെയ്യുന്ന മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവളും അത് കഴിക്കാറുണ്ട്. ഉമ്മ ഇരിക്കുമ്പോൾ എന്തൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം എനിക്കുണ്ട് ഇപ്പം. അങ്ങനെ കിച്ചണിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഉമ്മച്ച കൊണ്ടുവന്ന ഉണ്ണിയപ്പം ഇരിപ്പുണ്ടായിരുന്നു. അതും എടുത്ത് ഞാനും ഹാനിയും കൂടെ വന്ന് ഹാളിലിരുന്ന് ഉണ്ണിയപ്പം കഴിക്കാൻ തുടങ്ങി. ഹാനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളും അത് അവിടെ നിന്ന് കഴിക്കുകയാണ്. പിന്നെ ഞാൻ അവളെ എടുത്ത് എൻ്റെ അടുത്ത് ഇരുത്തി. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് ഉണ്ണിയപ്പം കഴിക്കണമുണ്ട്. പക്ഷെ നിങ്ങൾ കാണുമ്പം വിചാരിക്കും അവൾ ആ ഉണ്ണിയപ്പം മുഴുവൻ കഴിച്ചെന്ന്. അവളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ടേസ്റ്റ് നോക്കും, അവൾ അതിനെ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോവും. പിന്നെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളത് ഫുള്ള് കഴിക്കാറുമുണ്ട്. ഹാനിയും ഇപ്പം അങ്ങനെ ഒരിടത്തൊന്നും ഇരിക്കാറൊന്നുമില്ല. അങ്ങനെ എന്നെയും വിളിച്ചുകൊണ്ട് ഞാനും ഹാനിയും കൂടെ കിച്ചണിൽ പോയി. ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കിയപ്പോൾ ഉമ്മ കിച്ചടി വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് എന്തൊക്കെയാണെന്ന് എനിക്ക് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഉമ്മ രാവിലെ തന്നെ ഉമ്മാരുടെ ജോലിയെല്ലാം ഒതുക്കി അവൾക്ക് ഫുഡ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എല്ലാം ജോലി ഒതുക്കിയിരിക്കും. അപ്പോൾ എനിക്കിതൊന്നും കാണാനൊന്നും പറ്റില്ല. ഞാൻ എണീക്കുമ്പം തന്നെ ഒരു 10 മണിയൊക്കെ ആവും. പക്ഷേ ഇന്ന് അവൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മ ഇന്ന് കുറച്ച് താമസിച്ചാണ് എല്ലാം ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ അമ്മ തൈരും ചേർത്ത് താളിച്ചെടുത്ത് കിച്ചടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തമ്മ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത തോരനാണ് വെക്കുന്നത്, മുരിങ്ങയില തോരൻ. പക്ഷേ ഇത് ശരീരത്തിന് നല്ലതായതുകൊണ്ട് കഴിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇതിൽ കുറച്ച് മുട്ടയും കൂടെ ചേർത്താണ് വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും കഴിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ മീൻകറിയും തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ അമ്മ മീനൊക്കെ ഇട്ട് കറിയും സെറ്റാക്കുന്നുണ്ട്. വറുത്തരച്ച മീൻകറി ആയതുകൊണ്ട് തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ നല്ല മണം വരും. അതിൽ മീനും കറിവേപ്പിലയും എല്ലാം ഇട്ടും അവിടെ സെറ്റാക്കുന്നുണ്ട്. അനിയ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഈ മീൻകറിയുടെ സ്മെല്ലൊന്നും അടിക്കണമെന്നും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. ചോറൊക്കെ കഴിക്കുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു മഴക്കമുണ്ട്. അങ്ങനെ ഞാൻ പോയി കിടന്നിട്ടൊക്കെ വന്നപ്പോൾ ഉമ്മ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടിരുന്നു. ഈ സമയത്ത് ഹാനിമോളും നല്ല ഉറക്കമാണ്. ഇനി ഉറങ്ങി എണീറ്റ് വേണം അവൾക്ക് ചോറ് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പോയി വീണ്ടും കിടന്നുറങ്ങിയായിരുന്നു. ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഉമ്മ കുറച്ച് കോളിഫ്ലവർ വൈകിട്ട് പൊരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഹാനി ഇതാ ഇവിടെ പുറത്ത് വന്നിരുന്ന് കോളിഫ്ലവർ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കോളിഫ്ലവർ തിന്നാനായിട്ടിരുന്നു. നമുക്ക് പുറത്തിറങ്ങി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇപ്പോൾ സ്റ്റെപ്പിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കണത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ വിചാരിക്കും ഫുൾ ഫുഡ് അടി മാത്രമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയിട്ട് ഞാൻ ഫുൾ വീട്ടിലാണ്. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസൊന്നും എടുക്കാനില്ല. അതാണ് ഞാൻ എൻ്റെ ഫുൾ ഡേ അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.